വരണ്ട ചർമ്മത്തിന് വീട്ടുവഴികൾ. ഹായ്, ഹെൽത്തി കേരളയിലേക്ക് സ്വാഗതം. ചർമ്മത്തിന്റെ അടിസ്ഥാനപരമായ അവസ്ഥയാലോ പാരിസ്ഥിതിക ഘടകങ്ങളാലോ നിങ്ങളുടെ ചർമ്മം വരളാം. ഇതിന്റെ ഫലം അസ്വസ്ഥതയും ചൊറിച്ചിലുമായിരിക്കും. പലപ്പോഴും നിങ്ങളെ അലട്ടുന്ന ഒന്നാവാം ചർമ്മം വരളുന്നത്. ചർമ്മത്തിന്റെ പുറം പാളിയിൽ ഈർപ്പമില്ലാത്ത അവസ്ഥയാണ് ഇത്. ചികിത്സിച്ചിട്ടില്ലെങ്കിൽ വരണ്ട ചർമ്മം ചൊറിഞ്ഞു പൊട്ടി അവസ്ഥ തന്നെ വഷളായേക്കാം. വരണ്ട ചർമ്മത്തെ ചികിത്സിക്കുന്നതിന് പ്രധാനം ചർമ്മത്തെ ഈർപ്പത്തോടെ നിലനിർത്തുക എന്നതാണ്. വരണ്ട ചർമ്മത്തെ ചികിത്സിക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന പലതരം വീട്ടുവൈദ്യങ്ങളുണ്ട്. ഇനി പറയുന്ന വസ്തുക്കൾ നിങ്ങൾക്ക് മോയ്സ്ചറൈസറുകളായി ഉപയോഗിക്കാം. മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം കുളി കഴിഞ്ഞാൽ ചർമ്മത്തെ ഈർപ്പത്തോടെ വയ്ക്കാൻ ഇവ പ്രയോഗിക്കുക എന്നതാണ്. വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയ്ക്ക് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട്. എമോളിയന്റ് ഗുണങ്ങൾ അടങ്ങിയ വെളിച്ചെണ്ണ വരണ്ട ചർമ്മത്തിന് നന്നായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ചർമ്മത്തിലെ കോശങ്ങൾ തമ്മിലുള്ള വിടവ് നികത്തി ഇമോലിയന്റുകൾ ചർമ്മത്തെ ജലാംശത്തോടെ നിലനിർത്തുകയും മിനുസപ്പെടുത്തുകയും ചെയ്യുന്നു. മൃദുവായ ചർമ്മം ലഭിക്കാനായി രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് കുറച്ച് തുള്ളി വെളിച്ചെണ്ണ ചർമ്മം വരണ്ട സ്ഥലത്ത് പുരട്ടാം. പെട്രോളിയം ജെല്ലി. മിനറൽ ഓയിൽ എന്നും അറിയപ്പെടുന്ന പെട്രോളിയം ജെല്ലി വർഷങ്ങളായി ചർമ്മ സംരക്ഷണത്തിനായി ഉപയോഗിക്കുന്നു. ഇത് ചർമ്മത്തിൽ ഒരു സംരക്ഷണ പാളി ഉണ്ടാക്കുകയും ചർമ്മത്തിനടിയിൽ ഈർപ്പം കെട്ടുകയും ചെയ്യുന്നു. വരണ്ട ചർമ്മത്തെ സുഖപ്പെടുത്താൻ അതിനാൽ പെട്രോളിയം ജെല്ലി വളരെ സഹായകരമാണ്. ഓട്സ്. നിങ്ങളുടെ കുളിക്കുന്ന വെള്ളത്തിൽ അല്പം ഓട്സ് പൊടി ചേർക്കുക. അല്ലെങ്കിൽ വരണ്ടതും ചൊറിച്ചിലുമുള്ള ചർമ്മത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നതിന് ഓട്സ് അടങ്ങിയ ക്രീമുകളും പരീക്ഷിക്കാം. ഒരു പഠനമനുസരിച്ച് ഓട്സ് വിരുദ്ധ ബാഹ്യാവിഷ്കാരവും ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളും ഉള്ളതാണെന്നും ഇത് വരണ്ട ചർമ്മത്തിന് ഫലപ്രദമായ പ്രതിവിധി ആകുന്നുവെന്നുമാണ് പറയുന്നത്. സൂര്യകാന്തി എണ്ണ. ചർമ്മത്തിന്റെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്ന മറ്റൊരു പ്രകൃതിദത്ത എണ്ണയാണ് സൺഫ്ലവർ ഓയിൽ. വിറ്റാമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുള്ള ഈ എണ്ണ ചർമ്മകോശങ്ങൾക്കുള്ളിൽ ഈർപ്പം കെട്ടുകയും ജലാംശം നിലനിർത്തുകയും ചെയ്യുന്നു. ആസ്മ, ആർത്രൈറ്റിസ് തുടങ്ങി നിരവധി രോഗങ്ങളെ സൺഫ്ലവർ ഓയിൽ തടയുന്നു. കൂടാതെ ഇവ കോശങ്ങളെ പുതുക്കാനും സഹായിക്കുന്നു. തേൻ. വരണ്ട ചർമ്മത്തെ ചികിത്സിക്കാൻ ഉത്തമമായ പ്രതിവിധിയാണ് തേൻ. ധാരാളം വിറ്റാമിനുകളും ആന്റി ഓക്സിഡന്റുകളും ആന്റി മൈക്രോബയൽ, ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുമുള്ള ഇവ ചർമ്മത്തിൽ നേരിട്ട് പ്രയോഗിക്കാൻ കഴിയും. നിങ്ങൾക്ക് തേൻ ഒരു ഫേസ് മാസ്കായി പ്രയോഗിച്ച് ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകാം. ചർമ്മത്തിന്റെ വരൾച്ചയെ തടയാൻ ഓട്സ് കലർത്തിയും തേൻ ഉപയോഗിക്കാം. കറ്റാർവാഴ. കറ്റാർവാഴ ജെൽ വരണ്ട ചർമ്മത്തിൽ നിന്ന് മോചനം നേടാൻ സഹായിക്കും. കയ്യിലോ കാലിലോ ചർമ്മം വരളുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറ്റാർവാഴ ജെൽ പ്രയോഗിക്കാം. ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ജെൽ പുരട്ടാവുന്നതാണ്. അവക്കാഡോ. വീട്ടിൽ തയ്യാറാക്കുന്ന അവക്കാഡോ മാസ്കുകൾ ചർമ്മത്തെ പോഷിപ്പിക്കുന്നതിനും പുനരുജ്ജീവിപ്പിക്കുന്നതിനും ഉത്തമമാണ്. അവക്കാഡോയുടെ പൾപ്പ് ഒരു പാത്രത്തിലെടുത്ത് അതിലൊരു ടീസ്പൂൺ ഒലീവ് ഓയിലും തേനും കലർത്തുക. ഈ മിശ്രിതം നിങ്ങളുടെ മുഖത്ത് പുരട്ടി 15 മുതൽ 20 മിനിറ്റ് വരെ വച്ച ശേഷം കഴുകിക്കളയുക. വരണ്ട മുഖത്തിനൊരു പ്രതിവിധിയാണ് ഇത്. ഒലീവ് ഓയിലും പഞ്ചസാരയും. ഒലിവ് ഓയിൽ, പഞ്ചസാര, സ്ക്രബ് എന്നിവ ഉപയോഗിച്ച് മൃതകോശങ്ങളെ അകറ്റി ചർമ്മത്തെ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നു. 1/2 ടീസ്പൂൺ പഞ്ചസാരയും 2 ടീസ്പൂൺ ഒലിവ് ഓയിലും കലർത്തുക. ഇത് ചർമ്മത്തിൽ സൗമ്യമായി തടവി കഴുകിക്കളയുക. ഈ സ്ക്രബ് വരണ്ട ചർമ്മത്തെ നീക്കം ചെയ്യുകയും ചർമ്മത്തെ സൂര്യതാപത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. വരണ്ടതും ചൊറിച്ചിലുമുള്ള ചർമ്മത്തിന് മേൽപ്പറഞ്ഞ വീട്ടുവഴികൾ നല്ലതാണെങ്കിലും ചർമ്മത്തെ വരണ്ടതാക്കാതിരിക്കാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചില ചെറിയ കാര്യങ്ങൾ കൂടിയുണ്ട്. ചർമ്മത്തിൽ ദിവസവും നല്ല മോയ്സ്ചറൈസർ പുരട്ടുക. ചർമ്മത്തിൽ കഠിനമായ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ചർമ്മത്തെ ജലാംശത്തോടെ നിലനിർത്തുക തുടങ്ങിയവയും മനസ്സിൽ സൂക്ഷിക്കുക.